ഹലോ ഡിയേഴ്സ്, ഈ ഒരു ടൈം പീരീഡിൽ ഏത് ആനിമൽ സ്പിരിറ്റാണ് താങ്കളുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നത്? ആ ഒരു ആനിമൽ സ്പിരിറ്റിന് താങ്കൾക്കായിട്ട് എന്ത് മെസ്സേജാണ് നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇവിടെ ബിയർ സ്പിരിറ്റാണ് ഈ ഒരു ടൈം പീരീഡിൽ താങ്കളുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇവിടെ ബിയർ സ്പിരിറ്റ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, താങ്കളുടെ ഗ്രൗണ്ടിൽ നിൽക്കേണ്ടതുണ്ട്. താങ്കൾ ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ് പറയേണ്ടടുത്ത് യെസ് പറയേണ്ടതുണ്ട്, നോ പറയേണ്ടടുത്ത് നോ പറയേണ്ടതുണ്ട്. താങ്കൾ ആ ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം താങ്കൾക്ക് ചുറ്റും താങ്കളുടെ എനർജിയെ സക്ക് ചെയ്യുന്ന തരത്തിലുള്ള എനർജി വാമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ താങ്കൾക്ക് ചുറ്റുമുണ്ട്. ഈ എനർജി വാമ്പേഴ്സിൽ നിന്നും താങ്കളുടെ പവർ തിരിച്ചു പിടിക്കാനായിട്ട് താങ്കൾ ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ലിറ്ററലി താങ്കൾ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയിലേക്ക് ടാപ്പിൻ ചെയ്യാനാണ് ബിയർ സ്പിരിറ്റ് താങ്കൾക്ക് നൽകുന്ന മെസ്സേജ്. അതായത് താങ്കളെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുവെന്ന് താങ്കൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ താങ്കൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. യെസ് പറയേണ്ടടുത്ത് മാത്രം യെസ് പറഞ്ഞാൽ മതി. നോ പറയേണ്ടടുത്ത് നോ വേർഡ് യൂസ് ചെയ്യുക. ചില ടൈം പീരീഡിൽ നോ എന്ന വാക്ക് നമ്മളുടെ പവറിലേക്ക് ടാപ്പിൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോ വേർഡ് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു മടിയും കൂടാതെ താങ്കൾ അത് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, താങ്കൾ ഇവിടെ ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മെസ്സേജാണ് ഇവിടെ താങ്കൾക്കായിട്ട് ആനിമൽ സ്പിരിറ്റ് നൽകുന്നത്.